ഓം ശ്രീ സായിറാം. അധ്യായം 14. ദക്ഷിണ. ശ്രീ മഹാഗണപതിക്ക് വന്ദനം. സരസ്വതി ദേവിക്കും ശ്രീ ഗുരു മഹാരാജനും പരദേവതയ്ക്കും ശ്രീ സീതാരാമചന്ദ്രനും വന്ദനം. പരമ്പൊരുളാം സദ്ഗുരു ശ്രീ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ പ്രേമ ഭക്തിപൂർവം അടിയൻ്റെ പ്രണാമം. മഹാപ്രഭോ യോഗേശ്വര, സായീശ്വര, നിത്യനിർവികാരനായ ജഗദീശ്വര, ദയാസാഗര, അവിടുത്തെ തൃച്ചേവടകളിൽ ഹൃദയപൂർവ്വം ഞാൻ വന്ദിക്കുന്നു. സായി ചരിതം അകവും പുറവും ഒരുപോലെ മധുരമാണ്. ആനന്ദം ഉടൽ പൂണ്ടതാണ് സായീശ്വരൻ. ആ സംസാരം മധുരം, ആ നടത്തം മധുമധുരം, അവിടുത്തെ ലീലകൾ അതിമധുരം. അവിടുന്ന് ദിവ്യലീലകളേറെയാടി. എന്തിന്? ഭക്തജനങ്ങൾക്ക് സ്മരിക്കാനും വനം ശുദ്ധമാക്കാനും അങ്ങനെ ആനന്ദവാന്മാരാകാനും. മാനവൻ സന്തോഷത്തോടെ ഇവിടെ ജീവിക്കുകയും അതേസമയം ആത്മീയോന്നതി നേടുകയും വേണം. അതായിരുന്നു ബാബയുടെ ആഗ്രഹം. അതിനനുസരിച്ച് അവിടുന്ന് ജീവിച്ചു. എന്തിനാണത്? കാരണം മനുഷ്യജന്മം അത്യന്തം ദുർലഭം. പൂർവജന്മാർജിതമായ മഹാസുഹൃതത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മാനവ ശരീരം കിട്ടിയത്. ഈ ശരീരം നൽകിയത് ഈശ്വരനെ അറിയാനും ആനന്ദിക്കാനും. അതിനെ ശ്രമിക്കാതെ ഉണ്ടും ഉറങ്ങിയും ഭയന്നും മൈഥുനത്തിലും കാലം കളഞ്ഞാൽ അവൻ്റെ ആ ആനന്ദം ജന്തുക്കൾ അനുഭവിക്കുന്ന ആനന്ദത്തിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. കാരണം ഇതെല്ലാം ജന്തുക്കളും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാത്രം ജീവിക്കുന്നവനെ വാലും കൊമ്പും ഇല്ലാത്ത മൃഗമായി ഗണിക്കാം. മിന്നൽ പിണറിൻ്റെ ആയുസ്സേ നമുക്കുള്ളൂ. ക്ഷണത്തിൽ ഈ ജീവിതം തീരും. മരണഭയത്താൽ ഒരു നിമിഷം പോലും ശരിയായ ആനന്ദം നമുക്ക് അനുഭവിക്കാനാവുന്നില്ല. നദിയിൽ തടികൾ ഒരുമിച്ച് ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? വലിയൊരു ഒഴുക്കിലോ കുത്തിലോ ചാടുമ്പോൾ അതുവരെ ഒന്നിച്ചൊഴുകിയ തടികൾ അകന്നു പോകും. പിന്നെ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വിധമായി അതിൻ്റെ ഗതി. ഇങ്ങനെ തന്നെയാണ് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, പുത്രൻ, പുത്രി എന്നിവരുമൊത്തുള്ള ജീവിത നദിയിലെ യാത്ര. ഇപ്പോൾ എല്ലാവരും ഒന്ന്. അടുത്ത ഓളം തള്ളലിൽ എല്ലാം അകന്നു പോകും. പിന്നെ ഒരിക്കലും അടുക്കുകയുമില്ല. ആത്മീയോന്നതി ഈ ജന്മത്തിൽ നേടിയെടുക്കാത്തവൻ അമ്മയുടെ പ്രസവവേദന പാഴിലാക്കി എന്നു പറയാം. ഭഗവത് ചരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ജന്മവും പാഴ്. മരണം നാളെയോ കുറെ കഴിഞ്ഞോ എന്ന് കരുതുന്നവൻ സ്വയം വഞ്ചിക്കുകയാണ്. മരണചിന്ത മനസ്സിൽ നിന്നും ഒഴിയരുത്. ഈ ശരീരം മരണത്തിനുള്ള ആഹാരമാണ്. അതുകൊണ്ട് ജാഗ്രതയോടെ ഓരോ നിമിഷവും ഉപയോഗിക്കൂ. ഏതു നിമിഷത്തിലും നമുക്ക് ഇവിടം വിടേണ്ടി വരാം. സായി ചരിതം പ്രേമഭാവത്തോടെ വായിച്ചാൽ ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ നിധി സ്വന്തമാകും. സായി ഭക്തി വളരും. പരമാനന്ദം അവരുടെ സ്വന്തമാകും. സായി ലീലകളുടെ ശക്തി അനുപമം. ആ അമൃത കഥകൾ കേൾക്കാൻ തുടങ്ങിയാൽ രാപ്പകൽ സായിനാഥൻ മനക്കണ്ണിൽ നിൽക്കും. ധ്യാനത്തിലും സ്മരണയിലും സായി നിറയും. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറക്കത്തിലും സ്വപ്നത്തിലും അവിടുത്തെ സാന്നിധ്യം അനുഭവിക്കാം. വിജനതയിലും തിരക്കിലും സായീശ്വരൻ കൂടെയുണ്ടാകും. അങ്ങനെ അവിടുന്ന് അഗാധ ധ്യാനത്തിന് വിഷയമാകും. ഇത് നിത്യേന സംഭവിക്കുമ്പോൾ മനം സായിമയമായി ക്രമേണ പരിശുദ്ധ ബോധസ്വരൂപമായി തീരും. എത്ര പരമോത്കൃഷ്ടമാണ് ആ അവസ്ഥ! എങ്ങും പോകാതെ തന്നെ എല്ലാ കാര്യങ്ങളും സായീശ്വരൻ അറിഞ്ഞിരുന്നു. കാരണം താനാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതെന്ന ബോധം അവിടത്തേക്ക് സദാ ഉണ്ടായിരുന്നു. വിഷയാസക്തി, അജ്ഞത എന്നിവയാലാണ് നമുക്ക് ആ അവസ്ഥ ഇല്ലാത്തതും നാം ദ്വൈതാവസ്ഥയിൽ നിലകൊള്ളുന്നതും. അതായത് ഞാൻ വ്യത്യസ്തനാണ്, ഇക്കാണുന്ന ജനങ്ങളും ജഗത്തും എന്നിൽ നിന്നും വേറിട്ടതാണ് എന്ന ചിന്ത. സത്യത്തിൽ ഞാനാകുന്നുമില്ല, ഞാനില്ലാതൊരിടവുമില്ല. ഈ തത്വം മനസ്സിൽ ഉറപ്പിക്കണം. ശുദ്ധജലവും കൂടി ചേർന്നാലോ അത് ഒന്നായി തീരുന്നു. മുമ്പ് എന്താണോ ഇപ്പോൾ എന്താണോ എന്ന വ്യത്യാസത്തിൻ്റെ കണിക പോലുമില്ല. തടിക്കഷ്ണങ്ങൾ കാഴ്ചയിൽ പലതരം, പക്ഷേ അവ അഗ്നിയിലിട്ടാലോ അതോടെ അവയുടെ വിഭിന്നത പോയി മറയും. അവ ഒരേ അഗ്നിയായി മാറും. സായിദേവൻ സദാ ബ്രഹ്മചിന്തയിലായിരുന്നു. ചന്ദ്രനെ ജലത്തിൽ കണ്ടാലും അതിൻ്റെ യഥാർത്ഥ സ്ഥാനം അങ്ങമാനത്തു തന്നെ. അതുപോലെ സായീശ്വരൻ ഭക്തന്മാർക്കിടയിലായിരുന്നാലും അവിടെയൊന്നുമല്ലായിരുന്നു. ആത്മീയോപദേശം കൊടുക്കുന്ന ഗുരുക്കന്മാരും സ്വീകരിക്കുന്ന ശിഷ്യരും അനവധി. പക്ഷേ സായീശ്വരൻ ജ്ഞാനദാനത്തോടൊപ്പം അനുഭവവും പ്രദാനം ചെയ്യുന്നു. അത്തരം ഗുരുക്കന്മാർ ഇന്ന് വളരെ വിരളം. നാൻഡെഡ് നഗരത്തിലെ കച്ചവടക്കാരനായിരുന്നു രത്തൻജി. വളരെ ധനികനും ധർമ്മിഷ്ഠനുമായിരുന്ന ഒരു പാർസി. വാഹനങ്ങളും കുതിരകളും കൃഷിയിടങ്ങളും അദ്ദേഹത്തിന് ധാരാളം. അദ്ദേഹത്തെ സമീപിച്ചവരാരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല.
അങ്ങനെ ലോകദൃഷ്ടിയിൽ മഹാഭാഗ്യവാനും സന്തുഷ്ടനുമായിരുന്നു രത്തൻജി. പക്ഷേ സത്യമോ, ആനന്ദസാഗരത്തിൽ കണ്ണീര് കുടിച്ചു കിടക്കുന്ന അവസ്ഥയിലായിരുന്നു അദ്ദേഹം. ദുഃഖമില്ലാത്ത ഒരുവനും ഈ ലോക ജീവിതത്തിലില്ല. ഓരോരുത്തർക്കും ഓരോ ദുഃഖമായിരിക്കുമെന്ന് മാത്രം. പരിപൂർണമായും സന്തോഷവാൻ എന്ന് പറയാൻ മനുഷ്യരിൽ ഒരുവനുമില്ല. പുത്രനില്ലാത്ത ദുഃഖം രത്തൻജിയെ വല്ലാതെ നീറ്റിക്കൊണ്ടിരുന്നു. ഭക്തിയില്ലാത്ത ഭജന, താളലയമില്ലാത്ത സംഗീതം, പൂണൂലില്ലാത്ത ബ്രാഹ്മണൻ, വിനയമില്ലാത്ത ജ്ഞാനം, പശ്ചാത്താപമില്ലാത്ത തീർത്ഥാടനം, കഴുത്തിൽ മാലയിടാതെ അണിഞ്ഞൊരുങ്ങൽ, ഇതെല്ലാം എത്ര അസഹനീയവും ദുഃഖകരവുമാണ്. അതുപോലെ തന്നെയാണ് പുത്രനില്ലാത്ത ഗൃഹസ്ഥൻ്റെയും അവസ്ഥ. നാരായണ മഹാപ്രഭു, എനിക്കൊരു പുത്രനെ നൽകണേ, എൻ്റെ കുലപാരമ്പര്യം തുടർന്നു കൊണ്ടുപോകാൻ ഒരു അവകാശിയെ തരണേ. അദ്ദേഹം കരളൊരുകും വിധം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സായീശ്വരൻ്റെ ഭക്തനായ ദാസ്ഗനു രത്തൻജിയുടെ വിശ്വസ്തനാണ്. തൻ്റെ ഹൃദയ നൊമ്പരം അദ്ദേഹം ദാസ്ഗനുവിനോട് പറഞ്ഞു. ദാസ്ഗനുവിന് അതിനുള്ള പരിഹാരം നിർദ്ദേശിക്കാൻ ആലോചിക്കേണ്ടതുപോലുമില്ലായിരുന്നു. വേഗം ചെല്ലൂ, ബാബയെ ദർശിക്കൂ, ആ കരുണാനിധിയെ ഹൃദയനൊമ്പരം അറിയിക്കൂ, അവിടുന്ന് ഉടൻ പരിഹാരമുണ്ടാക്കും. പൂർവ്വജന്മ സുഹൃതത്താൽ രത്തൻജിക്ക് ആ നിർദ്ദേശം സ്വീകാര്യമായി. അങ്ങനെ അദ്ദേഹം ഷിർദിയിലെത്തി. മസ്ജിദിൽ ചെന്നു സായീശ്വരനെ കണ്ടു, നമസ്കരിച്ചു. പ്രേമപൂർവ്വം ഒരു പൂമാല അവിടുത്തെ കഴുത്തിൽ ചാർത്തി തൃപ്പാദത്തിൽ ഉത്തമ ഫലങ്ങൾ സമർപ്പിച്ചു. അതിനുശേഷം തരളിതനായി വിനയത്തോടെ ബാബയോട് പ്രാർത്ഥിച്ചു. സ്വാമി, ജനങ്ങൾ താങ്ങാനാവാത്ത ദുഃഖവുമായി അവിടുത്തെ തൃച്ചേവടികളിൽ എത്താറുണ്ട്. ഉടനടി അവിടുന്ന് അവർക്ക് രക്ഷയും ഏകും. ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ വളരെ തീവ്രമായ ഒരാഗ്രഹവുമായിട്ടാണ് തിരുസന്നിധിയിൽ എത്തിയത്. അടിയനെ ഉപേക്ഷിക്കരുതേ, എന്നെ വെറും കൈയോടെ തിരിച്ചയക്കരുതേ. ബാബ അരുളി, എനിക്ക് 5 രൂപ ദക്ഷിണ നൽകുക. രത്തൻജി അത് കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ ബാബ വീണ്ടും പറഞ്ഞു, അത്രയും വേണ്ട, 3 രൂപ 14 അണ കിട്ടിക്കഴിഞ്ഞു, ബാക്കി മതി. രത്തൻജി അന്ധാളിച്ചുപോയി. കാരണം അദ്ദേഹം ആദ്യമായിട്ടാണ് ഷിർദിയിൽ വരുന്നതും സായിയെ കാണുന്നതും. പക്ഷേ ഒന്നും പറയാതെ ആ ദക്ഷിണ നൽകി. അതിനുശേഷം തൃപ്പാദത്തിനരികിലിരുന്ന് രത്തൻജി തൻ്റെ ദുഃഖം പ്രാർത്ഥനയോടെ വീണ്ടും പറഞ്ഞു. സായീശ്വരൻ അരുളി, നീ ആവശ്യമില്ലാതെ എന്തിനു പരിഭ്രമിക്കുന്നു? നിന്റെ ദൗർഭാഗ്യം ഇന്നു മുതൽ ക്ഷയിച്ചു തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന് ബാബ ഉധി നൽകി. പിന്നീട് തൃക്കരം ഭക്തൻ്റെ ശിരസിൽ വെച്ച് അരുളി, അല്ലാഹു നിന്റെ അഭിലാഷം നിറവേറ്റും. സായീശ്വരൻ്റെ അനുഗ്രഹവും വാങ്ങി നിറഞ്ഞ ഹൃദയത്തോടെ രത്തൻജി മടങ്ങിയെത്തി. ദാസ്ഗനുവും രത്തൻജിയും ബാബ പറഞ്ഞ 3 രൂപ 14 അണയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു. രത്തൻജി ഏറെ ആലോചിച്ചു. പെട്ടെന്നൊരു ചിത്രം മനസ്സിൽ തെളിഞ്ഞു. ഷിർദിയിലേക്ക് പോരുന്നതിന് മുൻപ് മൗലി സാഹിബ് എന്ന ഒരു മുസ്ലിം ഫക്കീറിനെ കാണുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തിരുന്നു. അതിന് ചിലവായ തുക കൃത്യം 3 രൂപ 14 അണ. ഷിർദിയിൽ നിന്നും മൈലുകൾക്കകലെ നടന്ന ഈ സംഭവം സായീശ്വരൻ അറിഞ്ഞെങ്കിൽ ആരാണ് അവിടുന്ന്? അതോടെ രത്തൻജിയുടെ സകല സംശയങ്ങളും തീർന്നു. ഉറച്ച ബാബ ഭക്തനുമായി. യഥാകാലം രത്തൻജിക്ക് സന്താന സൗഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിന് 12 മക്കൾ പിറന്നു. അതിൽ 4 പേർ ആയുരാരോഗ്യത്തോടെ സുഖമായ ജീവിതം നയിച്ചു. ആദ്യമൊക്കെ ഏറെക്കാലം ബാബ ദക്ഷിണ വാങ്ങിയിരുന്നില്ല. അന്നൊക്കെ കത്തിച്ച തീപ്പട്ടിക്കൊള്ളി സംഭരിച്ച് പോക്കറ്റിലിടും. ആരോടും ഒന്നും ചോദിക്കില്ല. ആരെങ്കിലും മുന്നിൽ എന്തെങ്കിലും സമർപ്പിച്ചാൽ എണ്ണയോ പുകയിലയോ വാങ്ങും. ചിലർ കൊടുക്കുന്ന നാണയം കീശയിലിട്ട് പിന്നെ തിരിച്ചു നൽകും. പിന്നീട് വളരെ ജനങ്ങൾ എത്തിത്തുടങ്ങിയതോടെയാണ് ബാബ ദക്ഷിണ ചോദിച്ചു വാങ്ങാൻ തുടങ്ങിയത്. ദർശിക്കാനെത്തുന്ന തൃപ്പാദത്തിൽ പൂജിക്കാനൊരുങ്ങുന്ന ആരോടും, ഹിന്ദുവോ മുസ്ലിമോ പാഴ്സിയോ, ബാബ ദക്ഷിണ ചോദിക്കുമായിരുന്നു. അതെപ്പോഴും ചെറിയ തുകയും ആകില്ല. 100 മുതൽ കോടി വരെ ചോദിക്കാനും ബാബയ്ക്ക് മടിയില്ല. ദക്ഷിണ കൊടുത്താലും ചിലരോട് കൂടുതൽ ആവശ്യപ്പെടും. പണം തീർന്നെന്ന് പറഞ്ഞാൽ കടം വാങ്ങി വരാൻ കൽപ്പിക്കും. അതിനും കൂടി ഗതി മുട്ടുമ്പോഴേ ബാബ ദക്ഷിണ ചോദിക്കുന്നത് നിർത്തൂ. ഒടുവിൽ ബാബ ഭക്തനോട് പറയും, നീ വിഷമിക്കേണ്ട, നീ തന്നതിൻ്റെ എത്രയോ മടങ്ങ് പണം നിനക്ക് നൽകപ്പെടും. ആകുലതകൾ കളയൂ, ശാന്തമായിരിക്കൂ. ഭൗതിക ലോകത്തിൽ ഒരുവൻ ഏറ്റവും കൂടുതൽ ഒട്ടി നിൽക്കുന്നത് ധനത്തിനോടാണ്. ആ ധനം മടികൂടാതെ കൊടുക്കാനായാൽ അവൻ്റെ ഹൃദയവും ഈശ്വരപാദങ്ങളിൽ സമർപ്പിച്ചതിന് തുല്യമാകും. ഭഗവാന് വേണ്ടത് നമ്മെയാണ്, നമ്മുടെ കയ്യിലുള്ളതല്ല. അങ്ങനെ നമ്മെ അവിടുത്തെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് അപാര കൃപാനിധിയായ സായീശ്വരൻ ദക്ഷിണ ചോദിച്ചു വാങ്ങിയത്.
ധനം സമ്പാദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അത് സമ്പാദിക്കുന്നത് ധാർമ്മിക കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടായിരിക്കണം. എന്നാൽ ധനം അധികവും വിഷയസുഖങ്ങൾക്കായിട്ടാണ് ചെലവഴിക്കപ്പെടാറ്. അത് അപകടം. നല്ല രീതിയിൽ ചിലവഴിക്കപ്പെടുന്ന ധനം ധർമ്മപാത തെളിച്ച് ശാന്തിയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കും. ദാനം അപകടങ്ങളെ അകറ്റും, ഈശ്വരനെ നേടിത്തരും. ഒരിക്കൽ ദേവനും ദാനവനും മാനവനും ബ്രഹ്മദേവനെ സമീപിച്ചു. ഉപദേശം ആവശ്യപ്പെട്ടു. ബ്രഹ്മദേവൻ അരുളിയത് ദ എന്നാണ്. ദ എന്നാൽ ദമം, അതായത് ആത്മനിയന്ത്രണം നേടുക എന്നാണ് അർത്ഥമെന്ന് ദേവന്മാർ മനസ്സിലാക്കി. അസുരന്മാർ ദായയ്ക്ക് മനസ്സിലാക്കിയ അർത്ഥം ദയ ഉണ്ടായിരിക്കുക എന്നും മാനവൻ ദ എന്നതിന് ദാനം എന്നും അർത്ഥം ഗ്രഹിച്ചു. അതായത് മനുഷ്യരായി നമുക്ക് വിധിച്ചിട്ടുള്ളത് ദാനം എന്ന പവിത്ര കർമ്മം തന്നെ. തൈത്തിരീയോപനിഷത്തും ദാനത്തെ പ്രകീർത്തിക്കുന്നു, നമ്മെ അതിനായി ഉപദേശിക്കുന്നു. മനസ്സറിഞ്ഞ് ദാനം ചെയ്യണം, പിശുക്കി ദാനം ചെയ്യരുത്, ഉദാരമായി ദാനം ചെയ്യണം. വിനയപൂർവ്വം ഒരു പുണ്യകർമ്മം ചെയ്യാൻ അവസരം തന്നുവല്ലോ എന്ന ഭാവത്തോടെ ദാനം ചെയ്യണം. ഈ ദാനശീലം ഇന്ദ്രിയങ്ങളെ അടക്കാൻ സഹായിക്കും. കാമക്രോധാദികളെ ജയിക്കാൻ എളുപ്പമായ ഒരു മാർഗമാണ് ദാനം. ധനത്തിനോടുള്ള ആസക്തി കുറയ്ക്കാനും അങ്ങനെ നമ്മെ പരമശ്രേയസ്സിന് അവകാശികളാക്കാനുമായിരുന്നു ബാബ ദക്ഷിണ വാങ്ങിയിരുന്നത്. ത്യാഗത്തിലൂടെ അമൃതത്വം നേടിത്തരുകയായിരുന്നു ബാബയുടെ ലക്ഷ്യം. ഇതല്ലാതെ അവിടത്തേക്ക് എന്തിന് ധനം? ഒന്നും തനിക്കായി വേണ്ടാത്ത സമസ്തവും സ്വന്തം തൃപ്പാദത്തിന് കീഴിലുള്ള സായീശ്വരൻ പിന്നെന്തിന് നമ്മിൽ നിന്നും തുച്ഛമായ ഈ ഭൗതിക വസ്തുക്കൾ വാങ്ങണം? ആലോചിക്കൂ. ബാബ ദക്ഷിണ വാങ്ങിയാൽ അതിൻ്റെ ബലം 100 ഇരട്ടിയായി ഭക്തന്മാർ അനുഭവിച്ചിട്ടുണ്ട്, ഇന്നും അനുഭവിക്കുന്നുമുണ്ട്. പ്രശസ്ത നടൻ ഗണപത് റാവു ബോഡോസിൻ്റെ വാക്കുകൾ കേൾക്കൂ. സായിനാഥൻ കൂടെ കൂടെ എന്നോട് ദക്ഷിണ ആവശ്യപ്പെടും. ചില സമയം പണസഞ്ചി തന്നെ തിരുമുൻപിൽ കൊട്ടിയിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫലമായി എൻ്റെ പണസഞ്ചി ഒരിക്കലും ഒഴിഞ്ഞിട്ടില്ല. പണം താനേ വന്നുകൊണ്ടേയിരുന്നു. ഒരിക്കലും ക്ഷാമം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞാനിതാ സായീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ വീണ്ടും വീണ്ടും നമിക്കുന്നു. ആരുടെ ജീവിതമാണോ ഞാൻ വർണ്ണിക്കുന്നത്, ആ മഹാശക്തിയുടെ പാദധൂളികൾ എൻ്റെ ശരീരത്തിൽ പുരളട്ടെ. ഇരവു പകൽ സായി കഥകൾ കേൾക്കുക. മായയുടെ സർവ്വബന്ധങ്ങളും അതോടെ അറ്റുപോകും, ആനന്ദം അനുഭവപ്പെടും. സായി തൃപ്പാദങ്ങളിൽ മുറുകെ പിടിച്ച് ഞാൻ ശരണാഗതി അടയുകയാണ്. സായീശ്വര, അവിടുത്തെ തൃപ്പാദത്തിൽ നിന്നും ഒരു നിമിഷം പോലും ഈ പെടി അഴയാതിരിക്കാൻ അനുഗ്രഹിക്കണേ. അതിനായി അടിയൻ സാഷ്ടാംഗം പ്രണമിക്കുന്നു. 14-ാം അധ്യായം സമാപ്തം. ഓം അസഹായ സഹായായ നമഃ. ജയ് സായിറാം.